ജാൻ എസ് മീഡിയയുടെ വചനജ്യോതിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 21. 1007-1072 കാലഘട്ടങ്ങളിൽ ജീവിച്ച പീറ്റർ ഡാമിയൻ എന്ന വിശുദ്ധൻ്റെ തിരുനാളാണ് ആഗോളസഭ ഇന്ന് ആചരിക്കുന്നത്. റവേന്ന നഗരത്തിൽ കുലീനവും ദാരിദ്ര്യം നിറഞ്ഞതുമായ ഒരു വലിയ കുടുംബത്തിൽ ഏറ്റവും ഇളയവനായി പീറ്റർ ഡാമിയൻ ജനിച്ചു. ദാരിദ്ര്യത്തിനിടയിൽ ഒരു കുട്ടിയെ കൂടി നോക്കുവാനുള്ള ബുദ്ധിമുട്ട് കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കി. മൂത്ത മകൻ്റെ എതിർപ്പിനാൽ മാതാപിതാക്കൾക്ക് പീറ്റർ ഡാമിയനെ കാര്യമായി പരിഗണിക്കാൻ സാധിച്ചില്ല. മുലപ്പാൽ പോലും ലഭിക്കാതെ ആ കുഞ്ഞ് വളർന്നു. പലപ്പോഴും അയൽക്കാരുടെ കാരുണ്യം കൊണ്ടാണ് പീറ്റർ ഭക്ഷണം കഴിച്ചിരുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ പീറ്ററിന് തൻ്റെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഡാമിയൻ കുറച്ചുകാലം സഹോദരങ്ങളുടെ സംരക്ഷണയിൽ കഴിഞ്ഞു. ഒരു സഹോദരൻ തൻ്റെ പന്നികളെ നോക്കുന്ന ജോലിയാണ് അവന് നൽകിയത്. എങ്കിലും ആവശ്യത്തിന് ഭക്ഷണം പോലും നൽകിയില്ല. തൻ്റെ സഹോദരൻ്റെ കഷ്ടപ്പാടുകളും എന്നാൽ ഭക്തിയും സാമർത്ഥ്യവും മനസ്സിലാക്കിയ വൈദിക സഹോദരൻ പീറ്ററിനെ തൻ്റെ കൂടെ താമസിപ്പിച്ചു. വൈദിക സഹോദരനോടൊപ്പം താമസിച്ച് പാർമ സർവകലാശാലയിൽ നിന്ന് 25-ാം വയസ്സിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. അവിടെ തന്നെ ജോലിയിൽ പ്രവേശിച്ചു. എന്നാൽ അധികം വൈകാതെ ബെനഡിക്റ്റൻ സന്യാസ സഭയിൽ ചേർന്ന് പുരോഹിതനായി. അദ്ദേഹത്തിൻ്റെ പുരോഹിത ജീവിതം മുഴുവൻ കഠിന പ്രായശ്ചിത്തം ചെയ്താണ് ജീവിച്ചിരുന്നത്. രാത്രി സമയം മുഴുവൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഫാദർ പീറ്റർ ഡാമിയൻ. പുരോഹിതരുടെ പ്രായശ്ചിത്ത പ്രവൃത്തികൾ തീവ്രമാക്കണമെന്ന പക്ഷക്കാരനായിരുന്നു ഫാദർ ഡാമിയൻ. അടിയേറ്റ് വേദന കൊണ്ട് പുളയുക അദ്ദേഹം കണ്ടെത്തിയ പ്രായശ്ചിത്തങ്ങളിലൊന്നായിരുന്നു. 1043 പീറ്റർ ഫോന്തെ അവല്ലാന ആശ്രമത്തിൽ പ്രിയോരായി. മരണം വരെ ആ സ്ഥാനം അദ്ദേഹം അലങ്കരിച്ചു. ശരീരത്തെ പ്രഹരിക്കുന്ന പ്രായശ്ചിത്തം ആശ്രമങ്ങളിൽ നടത്തണം എന്ന ആഗ്രഹക്കാരനായിരുന്നു ഫാദർ പീറ്റർ ഡാമിയൻ. ആദ്യം സന്യാസികൾക്ക് ഇഷ്ടമായിരുന്നില്ലെങ്കിലും അതിന് പിന്നീട് പ്രചാരം ലഭിച്ചു. ഊണ് കഴിഞ്ഞ് ലഘുനിദ്ര ആശ്രമങ്ങളിൽ ആരംഭിച്ചതും പ്രായശ്ചിത്തപ്രിയനായ ഡാമിയൻ തന്നെയാണ്. തിരുസഭയുടെ നവീകരണത്തിലും അദ്ദേഹം ശ്രദ്ധിച്ചു. ലാറ്ററൻ സൂനകദോസിൽ വിശുദ്ധ വസ്തുക്കളുടെയും സേവനങ്ങളുടെയും പണം സ്വീകരിച്ചുള്ള വ്യാപാരമായ സിമണിക്കെതിരായി നിയമം പാസാക്കുന്നതിൽ അദ്ദേഹം ഒരു പങ്കുവഹിച്ചു. വൈദികരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം എഴുതിയ ഗൊമോറോ ഗ്രന്ഥം ഗൗരവമുള്ളതാണ്. 1057 പീറ്ററിനെ ഓസ്ട്രിയയിലെ മെത്രാനാക്കുകയും കർദിനാളായി ഉയർത്തുകയും ചെയ്തു. കർദിനാൾ സ്ഥാനം വേണ്ടെന്ന് അദ്ദേഹം ശഠിച്ചുവെങ്കിലും അവസാനം മാർപ്പാപ്പയുടെ നിർബന്ധത്തിന് വഴങ്ങി. പല കേസുകളും തർക്കങ്ങളും മധ്യസ്ഥത്തിലൂടെ പരിഹരിക്കാൻ മാർപ്പാപ്പ കർദിനാൾ ഡാമിയനെ നിയോഗിച്ചിട്ടുണ്ട്. കരുണാമസൃണനായ അദ്ദേഹത്തിൻ്റെ നയം സദാ വിജയം വരിച്ചിരുന്നു. ആൻറ്റി പോപ്പായിരുന്ന മാഡലൂസിനെ അനുകൂലിച്ച റവേന്ന ശീഷ്മക്കാരെ റവേന്നയുടെ ആർച്ച് ബിഷപ്പ് മഹറോൻ ചൊല്ലി. കർദിനാൾ ഡാമിയൻ തീവ്രമായ പരിശ്രമത്തിലൂടെ മഹറോനിൽപ്പെട്ടവരെയെല്ലാം തിരുസഭയുമായി രമ്യപ്പെടുത്തി. 1072 ഫെബ്രുവരി 21 പീറ്റർ ഡാമിയൻ നിര്യാതനായി. 1828 12-ാം ലയോ മാർപ്പാപ്പ അദ്ദേഹത്തെ വേദപാരംഗതനെന്ന് നാമകരണം ചെയ്തു. കയ്യിൽ ചമ്മട്ടിയോട് കൂടിയോ പേപ്പൽ ബ്യൂളയോട് കൂടിയോ ആണ് അദ്ദേഹത്തിൻ്റെ ചിത്രം രചിച്ചിരിക്കുന്നത്. യഥാർത്ഥ ശിഷ്യൻ ആരാണെന്നാണ് ഇന്നത്തെ ബൈബിൾ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യം. കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക.